മയ്യത്ത് കബറടക്കിയിട്ട് ആ ഭർത്താവിന്റെ ബന്ധുമിത്രാദികളും കൂട്ടുകാരും തിരിച്ചു വന്നു. ഭർത്താവ് മരണപ്പെട്ടു പോയ ദുഃഖത്തില് ഭാര്യ വീട്ടിലിരുന്ന് കരയുകയാണ്. ആ ഭാര്യയുടെ പൊട്ടിക്കരയുന്ന ഭാര്യയുടെ അടുക്കലോട്ട് വന്നിട്ട് ആ ഭർത്താവിന്റെ കൂട്ടുകാര് ചോദിച്ചു, അത്രേ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല, ആ ഭർത്താവ് പള്ളിക്കാട്ടിൽ ഉറങ്ങുകയാണ്. ഭർത്താവ് മരിച്ച ദുഃഖമോത്ത് പൊട്ടിക്കരയുന്ന ഭാര്യയോട് ചോദിച്ചാൽ ആരാണ് ഭർത്താവെന്നറിയുമോ? ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലായിരുന്നു. അല്ലാഹുവിന്റെ റസൂലായിരുന്നു. റസൂലുള്ളാഹിയുടെ ഭാര്യയോടാണ് ചോദിക്കുന്നത്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയോടാണ് ചോദിക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറടക്കം കഴിഞ്ഞപ്പോ അനസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബാക്കൾ ആയിഷ ബീവിയുടെ അടുക്കലെത്തി. അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞ ദുഃഖത്തിന്റെ കടലിന്റെ ഉള്ളിൽ ആയിഷ ബീവി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ സഹാബത്ത് ചോദിച്ചു, അത്ര ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ, നിങ്ങളുടെ ഭർത്താവായ റസൂലുള്ളാഹിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞു തരുമോ? സഹോദരങ്ങളെ, ഈ സദസ്സിന്റെ ഒരേ ഒരു സന്ദേശം പറയട്ടെയോ? നമ്മളെ മരിച്ചു മണ്ണിന്റെ അടിയിൽ പോയാൽ ഭാര്യയോട് ചോദിച്ചാൽ ഭാര്യ പറയണം. ആയിഷ ബീവി പറയുകയാണ്, എന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തെന്നറിയുമോ? കാന ഖുലുഖുൽ ഖുർആൻ, കാന ഖുലുഖുൽ ഖുർആൻ. എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. ഖുർആനിലെ ഭർത്താവാകണം, ഖുർആനിലെ ഭർത്താവാകണം. ആയിഷയുടെ പ്രവാചകനെ പോലെ, ഹാജറയുടെ ഇബ്രാഹിമിനെ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലത്തു വസ്സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഭർത്താവായി മാറാൻ നമുക്ക് കഴിയണം. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറഞ്ഞതെന്താ? എന്റെ ഭർത്താവ് മണ്ണിന്റെ അടിയിലാണെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് പറയാൻ എനിക്കൊന്നേയുള്ളൂ. ആയിഷ ബീവിയോട് ഭർത്താവ് മറ്റുള്ള ജീവിതം എങ്ങനെയെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവിയുടെ മറുപടി ഒരു ദീർഘനിശ്വാസമായിരുന്നില്ല, വിധിയെ പഴുക്കലായിരുന്നില്ല. ആയിഷ ബീവി പറഞ്ഞ മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. ഖാമോസ് രഹി തോ ഖുദാ കീ കിതാബ് ഹേ, മഗർ ബോൽ രഹി തോ റിസാലത്ത് കാ മാബ് ഹേ. खामोश रही तो खुदा की किताब है, मगर बोल रही तो रिसालत का माब है. എന്റെ ഭർത്താവ് മിണ്ടാതിരുന്നാൽ പ്രവാചകനെ പോലെ, എന്റെ ഭർത്താവ് മിണ്ടാതിരുന്നാൽ ഖുർആൻ പോലെ, മിണ്ടിയാലോ പ്രവാചകനെ പോലെ. മൗനം പോലും ഖുർആനാക്കി മാറ്റിയ, മൗനം പോലും 1000 വാചാലങ്ങളുടെ വാച്യാതാർത്ഥമുള്ള ഖുർആന്റെ ഭർത്താവായി മാറിയ, വർഷങ്ങളോളം കടപ്പുറ പങ്കിട്ടിട്ട് ആ ഭർത്താവിനെ കബറടക്കിയിട്ട് തിരിച്ചു വന്ന് കൂട്ടുകാര് ചോദിച്ചപ്പോ ഭാര്യക്ക് പറയാനൊരു പരാതിയില്ല, ഭാര്യക്ക് പറയാനൊരു പരിഭവമില്ല. എന്റെ ഭർത്താവ് ഖുർആന്റെ ഭർത്താവ്. ആരാണ് സഹോദരങ്ങളെ പറയുന്നത്? ആ ഭർത്താവ് ഞാനും നിങ്ങളും അങ്ങനെയാകുമോ? ഞാനും നിങ്ങളും അങ്ങനെയാകുമോ? ഇൻഷാ അല്ലാഹ് ഭാര്യയെ കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഖുർആനിലെ ഭാര്യ ഇന്ന് ഖുർആനിലെ ഭർത്താവാണ്. ആ ഭർത്താവായി മാറണം. ആയിഷ ബീവി നബിതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നബിതങ്ങൾ ആയിഷ ബീവിക്ക് വെച്ചു കൊടുത്തത് 2 നിലമാളുകയല്ല, കിടക്കാൻ പട്ടുപർവ്വതാനി വിരിച്ചു കൊടുത്തിട്ടല്ല, തിന്നാൻ വാരി കൊടുത്തിട്ടല്ല. ആയിഷ ബീവി ജീവിച്ച വീട് ഏതാണെന്നറിയുമോ? ആ ഭാര്യയും ഭർത്താവും വർഷക്കണക്കിന് വർഷം ജീവിച്ച വീട് ഏതാണെന്നറിയുമോ? 10 മുഴം വീതിയുള്ള 8 മുഴം നീളമുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലകൾ കൊണ്ട് മെനഞ്ഞ, മഴ പെയ്താല് വെള്ളം മുഴുവനും റസൂലുള്ളാഹിയുടെ ദാടിയിലൂടെ ഇട്ടിട്ടൊടുകുമെന്ന് സാവത്ത് സാക്ഷ്യം വഹിച്ച മക്കയിലെ കുടിലല്ലയോ? ലോകത്ത് നമ്മൾ 1,00,000 വീട് കോളനി എന്ന് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ആദ്യത്തെ 1,00,000 വീട് കോളനി എവിടെയാണെന്നറിയോ? 1,00,000 വീട് കോളനിയാണോ? ഇടുക്കി ജില്ലയിൽ പട്ടംതാണുപിള്ള കൊടുത്ത പട്ടം കോളനി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ പട്ടംതാണുപിള്ള മുഖ്യമന്ത്രിയായപ്പോ കാട് വെട്ടിത്തെളിച്ചവർക്ക് പട്ടയം ചെയ്ത് കൊടുത്തതുകൊണ്ടാ പട്ടം കോളനി ആയത്. ലോകത്തിലെ ആദ്യത്തെ കോളനി ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയുടെ ചാരത്തുള്ള കോളനി. ആ കോളനിയിലെ 1,00,000 വീടിനേക്കാൾ വളരെ ദുരവസ്ഥയായിരുന്നു ആ വീടിന്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോ
എന്റെ ഭർത്താവ് ഖുർആനിലെ ഭർത്താവാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബിയെ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ചിട്ടല്ല. ആയിഷ ബീവി ഏത് കഷ്ടപ്പാടിൽ ജീവിച്ചിട്ടാണ് ഇത് പറഞ്ഞതെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതവും ഈ ജീവിതവും ഒക്കെ എവിടെ എത്തുന്നു എന്ന് മനസ്സിലാവുക. ആ ഭർത്താവിനെ കുറിച്ചൊരു പരാതി ആയിഷ ബീവിക്കില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ താമസിക്കുന്ന വീടിന്റെ കഥയാ പറഞ്ഞത്. 8 മുഴം വീതിയുള്ള 10 മുഴം നീളമുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലകളെ ചാരി വെച്ച മസ്ജിദ് നബവിയുടെ തൊട്ടുഭാഗത്തുള്ള കോളനി, അത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ താമസിച്ചിരുന്നു. മറുഭാഗത്താണ് അസ്മാ റളിയല്ലാഹു അൻഹയുടെ വീട്. പ്രവാചകന്റെ വീടിന് നേരെയാണ് പൊന്നുമോള് ഫാത്തിമയുടെ വീട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് താമസിച്ചിരുന്ന മസ്ജിദ് നബവിയുടെ പരിസരം അത്രയും ഇടുങ്ങിയ വീടുകൾ ലോകത്തൊരു കടൽവാരത്ത് പോലും കാണാൻ കഴിയില്ല. ആ ഒരൊറ്റ മുറിയിലാണ് ആയിഷ ബീവിയുടെ അടുക്കള. ആ 8 മുഴം വീതിയുള്ള മുറിയുടെ ഒരു ഭാഗം ഈത്തപ്പന മരത്തിന്റെ ഓല വെച്ച് മറച്ചിട്ടുണ്ട്. അവിടെയാണ് ആയിഷ ബീവി വസ്ത്രം മാറുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആവശ്യത്തിനും അനാവശ്യത്തിനും ഭർത്താവിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന പെങ്ങളെ, ആയിഷ ബീവിയുടെ വീട്ടിൽ റൊട്ടി ചുടാനൊരു കല്ല് പോലും ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത വീട്ടിലാണ് ആയിഷ ബീവി പോയി റൊട്ടി ചുട്ടുകൊണ്ടുവന്നിരുന്നത്. ഇത്രയും വലിയ പ്രാരാബ്ധത്തിന്റെ ഒരു കൊച്ചു കൂരക്കുള്ളിൽ ജീവിച്ചിട്ട് അവരെ രണ്ടുപേരുടെയും മണിയറ ഏടെന്നറിയുമോ? ആയിഷ ബീവിയുടെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും മണിയറ ഏടെന്നറിയുമോ? ആ മണിയറയിൽ വിരിക്കപ്പെട്ടത് പട്ടുമെത്തയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് മസ്ജിദ് നബവിയുടെ പണൽത്തരികളാണ്. ആ മണൽത്തരിയുടെ മുകളിൽ ഈ ഈത്തപ്പന മരത്തിന്റെ ഓല വെട്ടിയെടുത്തിട്ടാണ് റസൂലുള്ള കിടന്നുറങ്ങിയത്. മംഗലപുരത്തെ ഏത് വീടിനാണ് ഈ കഥ പറയാറുള്ളത്? സഹോദരങ്ങളെ, ഒന്നുമല്ലെങ്കിൽ ഒരു തടപ്പായില്ലാത്ത വീട് പറയാൻ കഴിയുമോ? ഒരു ഭാര്യയും ഒരു ഭർത്താവും ചോരിപ്പൊരിയുന്ന മടയത്ത് താഴത്തെ മണലിന്റെ മുകളിൽ ഒരു തെങ്ങിന്റെ ഓല വെട്ടിവെച്ചിട്ട് കിടക്കുന്നത് പോലെ കിടക്കുകയാണ്. ആയിഷ ബീവി പറയുകയാണ്, രാവിലെ ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോ എന്റെയും റസൂലുള്ളാഹിയുടെ ഈ ശരീരത്തിൽ കിടന്നിറങ്ങിയ മണൽത്തരികൾ പട്ടിപ്പിടിച്ചു കിടക്കുമായിരുന്നു. ഞാൻ എഴുന്നേറ്റാലുടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ പുറത്ത് തറച്ചു വെച്ചിരിക്കുന്ന മണൽത്തരികൾ ഞാൻ തൂടി മാറ്റുമായിരുന്നു. സഹോദരങ്ങളെ, വെറും ഓല വിരിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ പട്ടുമെത്തയിൽ കിടന്നിറങ്ങിയ പെണ്ണ്, ഇന്നത്തെ പെണ്ണ് ഈ ത്യാഗത്തിന് തയ്യാറാകുമോ? എന്നിട്ടും ആയിഷ ബീവിക്ക് പരിഭവമില്ല. तेरे फर्श है वही बूरिया, तेरी जिस्म पाक पीक कुबा वही तार तार गजा बजा, तेरी जिंदगी तेरी कमाल है, सल्लु अलैहि व आलिहि, सल्लु अलैहि व आलिहि. ഓ നബിയേ, ഫസീൽ ഹേ, അങ്ങേക്കൊരു കുടില് പോലുമില്ല. നമഹൽ തറ, അങ്ങേക്കൊരു കൊട്ടാരമില്ല. തെരി ഫർശ് ഹേ വഹീ ബൂരിയാ, അന്ന് കടന്നിറങ്ങിയത് ഈ ഈത്തപ്പന മരത്തിന്റെ ഓലയിലല്ലയോ നബിയേ? സഹോദരങ്ങളെ, ചോർന്നിരിക്കുന്ന ചെറ്റപ്പുറയോ ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ കെട്ടിപ്പിടിച്ച് വർഷങ്ങളോളം കിടന്നിട്ട് ആയിഷ ബീവിക്കെന്നാ തിന്നാനെങ്കിലും അല്ലെന്നുമുണ്ടോ? ആയിഷ ബീവി എന്ന ഭാര്യയുടെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറയട്ടെ. മുഹമ്മദിന് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടില് 3 ദിവസം അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല. ഒരു ദിവസം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം പട്ടിണിയാ, ഒരു നേരമുണ്ടെങ്കിൽ അടുത്ത നേരമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൂട്ടുകാരികളോട് റസൂലുള്ളാഹിയുടെ നിമിഷങ്ങൾ പറയുകയാ. ആയിഷ ബീവി പറയുന്നു, ഞാൻ ഒരിക്കൽ രാത്രിയിൽ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് സൂചി താഴെ വീണുപോയി. ആ സൂചി ഞാൻ ഇരുട്ടത്ത് തപ്പിയെടുത്തപ്പോ ആ സൂചി എന്റെ വിരലിലേക്ക് തുളച്ചു കയറി. ഞാൻ വേദനയോടെ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നപ്പോ എന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ ഉമിനീരെടുത്ത് എന്റെ കൈവെള്ളയിലോട്ട് ചേർച്ച് വന്നപ്പോ എന്റെ വേദനയെല്ലാം മാറിപ്പോയി. ഇത് കേട്ട് നിന്ന ഒരു കൂട്ടുകാര് റസൂലുള്ള വഫാത്തായതിനു ശേഷമാണ് ഒരു കൂട്ടുകാര് ചോദിച്ചു, ആയിഷ
എന്തിനാ സൂചി വീണപ്പോൾ ഇരുട്ടത്ത് തപ്പി നോക്കിയത്? വിളക്ക് കത്തിച്ചിട്ട് നിനക്ക് നോക്കിയാൽ ആ സൂചി കയ്യിൽ കയറുമായിരുന്നില്ലല്ലോ. സഹോദര, ഒരു കുടുംബത്തിന്റെ കഥയാണിത്. ആയിഷ ബീവി ചോദിച്ചു, അത്ര എന്താ പറയുന്നത്? വിളക്ക് കത്തിച്ചു നോക്കാനോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലെന്ന് വിളക്ക് കത്തിക്കാനുള്ള മണ്ണെണ്ണയുണ്ടായിരുന്നെങ്കിൽ, വിളക്ക് കത്തിക്കാനുള്ള സൈത്തെണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ചിട്ട് ഞങ്ങളുടെ ദാഹം പെരുക്കുമായിരുന്നു. പറയുന്നത് ഒരു ഭാര്യ പറയുകയാണ്, വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളെടുത്ത് കുടിക്കുമായിരുന്നു. കുടിക്കാനുള്ള പച്ചവെള്ളം വീട്ടിലില്ല, പിന്നെയല്ലേ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടാകുന്നത്? സഹോദരങ്ങളെ, നാടൻ ഭാഷയിൽ പറഞ്ഞാല് കരിന്തിരി കത്തുന്ന മണ്ണെണ്ണ വിളക്കും കയ്യിൽ പിടിച്ച് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാതെ ജീവിച്ച ആയിഷ, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി കഴിഞ്ഞപ്പോ ആയിഷ ബീവിയെ ഒരു കൊട്ടെടുത്ത കൂട്ടുകാരി ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ആയിഷ ബീവിയുടെ മുമ്പിൽ വലിയ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. ഇറച്ചിയുണ്ട്, ഈത്തപ്പഴമുണ്ട്. അത് കൈയെടുത്ത് വെച്ചപ്പോ ആയിഷ ബീവി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. കൂട്ടുകാര് ചോദിച്ചു, എന്തിനാ കരയുന്നത്? ആയിഷ ബീവി പറയുകയാണ്, എന്റെ റസൂലുള്ളാഹി ഞാനെന്നും വീട്ടിൽ ജീവിക്കുമ്പോ എന്റെ റസൂലുള്ളാഹിയുടെ കൂടെ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ സുഭിക്ഷമായ ഭക്ഷണം കാണുമ്പോ എന്റെ ഭർത്താവ് ഒന്നിച്ചുള്ള എന്റെ കട്ടതയുടെ ദിനരാത്രങ്ങൾ ഞാൻ ഓർത്തുപോയെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ. ബോളിവുഡിന്റെ സിനിമാ താരങ്ങൾ നിന്റെ റോൾ മോഡലല്ല. ബോളിവുഡിന്റെ സിനിമാ താരങ്ങൾ നിന്റെ റോൾ മോഡലല്ല. പിപ്പാഷയും അമീഷ പട്ടായലും ഈ രാജാസ്മിനും ഒന്നും നിന്റെ റോൾ മോഡലല്ല. തങ്ങളെ ചരിത്രത്തിന്റെ ആയിഷയാകുമോ? ചരിത്രത്തിന്റെ മറിയമാകുമോ? ചരിത്രത്തിന്റെ ഫാത്തിമയാകുമോ? തങ്ങളെ ചെട്ടക്കുടിയിൽ ജീവിക്കുമ്പോഴും പരിഭവമില്ലാതെ തന്റെ ഭർത്താവിനെ കബറടക്കിയിട്ട് കൂട്ടുകാർ വന്നിട്ട് എങ്ങനെയാ നിങ്ങളുടെ ഭർത്താവെന്ന് ചോദിച്ചപ്പോ ഭർത്താവിനെ തള്ളി പറഞ്ഞില്ല. എങ്ങനെയാ പറയുന്നത്? എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനായിരുന്നെന്ന് ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ. എന്താ അവരുടെ ജീവിതം? കുറ്റപ്പെടുത്തലുണ്ടായ? കുറ്റപ്പെടുത്തണമെങ്കിൽ ആയിഷ ബി അവന്റെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തേണ്ടത്. നിങ്ങൾക്കറിയോ, നിങ്ങൾക്കറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അള്ളാന്റെ റസൂലും ആയിഷ ബീവിയും, ഈ ആയിഷ ബീവിക്ക് അള്ളാന്റെ റസൂലിന്റെ ബന്ധത്തിൽ കുട്ടികൾ പോലും ഉണ്ടായിട്ടില്ല. ഭാര്യ പ്രസവിക്കാൻ താമസിച്ച ഭാര്യയുടെ കുഴപ്പം, ഭർത്താവിന്റെ കുഴപ്പം, മടിയായി ബഹളമായി. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലും ആയിഷ ബീവിയും ഇത്രയും വർഷം കിടപ്പറ പങ്കിട്ട് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ട് അവർക്ക് അള്ളാഹു ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം കൊടുത്തില്ല. ആയിഷ ബീവി പ്രസവിച്ചിട്ടില്ല. എന്റെ പെങ്ങളെ ആയിഷ ബീവി പ്രസവിച്ചിട്ടില്ല. പ്രസവിക്കാത്ത ഉമ്മ, അതാണ് ബീവി ആയിഷ. ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? സഹോദരിമാര് പറയും അവരൊക്കെ അള്ളാനെ പേടിയുള്ളവർ, അവർക്ക് മക്കളൊക്കെ വലിയ തടസ്സമായി ഇബാദത്തിന്. ഇല്ല പെങ്ങളെ, ഇല്ല. നമ്മൾ പഠിച്ചാൽ ഒത്തിരി ഉണ്ട് പഠിക്കാൻ. ആയിഷ ബീവിക്ക് വലിയ കൊതിയായിരുന്നു ഒരു കുഞ്ഞിനെ കിട്ടാൻ. ഉമ്മ എന്ന് തന്റെ പൊന്നുമോള് വിളിക്കുന്നത് കേൾക്കാൻ ആയിഷ ബീവിക്ക് വലിയ കൊതിയായിരുന്നു. അല്ലാഹുവേ, ഉമ്മയെന്ന് വിളിക്കാൻ എനിക്കൊരു കുഞ്ഞ് പൈതലില്ലല്ലോ. അവസാനം ആ കൊതി കാരണത്താൽ ആയിഷ ബീവി തന്റെ സഹോദരനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹിബ്നു സുബൈറിനെ എടുത്തു വളർത്തി. എന്നിട്ട് അബ്ദുള്ളയോട് പറഞ്ഞു, മോനെ ഉമ്മയെന്നൊന്ന് വിളിക്കുമോ? എന്നെ ഉമ്മ എന്നൊന്ന് വിളിക്കുമോ? അബ്ദുല്ലാഹിബ്നു സുബൈർ ആയിഷ ബീവിയെ ഉമ്മയെന്ന് വിളിച്ചു. ആയിഷ ബീവി ഉമ്മു അബ്ദില്ല, അബ്ദുല്ലയുടെ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നത്രേ. ഒരു പൊന്നുമോൾ ഉമ്മയെന്ന് വിളിക്കാനുള്ള കൊതി കാരണത്താൽ ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അവർക്കൊരു കുഞ്ഞു പറക്കാതിരുന്നിട്ട് പോലും അവർക്ക് ജീവിതത്തിൽ പരാതിയില്ലല്ലോ. എന്റെ ഭർത്താവ് കിടക്കുന്നു, ഖുർആനിലെ ഭർത്താവ്. കാന